ഞാൻ താഴെ കിടക്കാം. ബാലു കട്ടിൽ കിടക്കട്ടെ. ബാലു ബാലു കട്ടിൽ കിടന്നോ, ഞാൻ താഴെ കിടക്കാം. എന്നോട് സംസാരിച്ചു പോലും. അച്ഛനെ വിളിക്കണ്ടേ അമ്മേ? എത്തിയാൽ മിസ്ഡ് കോൾ അടിക്കാനല്ലേ പറഞ്ഞത്? കുറച്ചു നേരം പുറത്തിറങ്ങിയിരിക്കാം. ഇവിടെ കിടന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഇത് അയാളല്ലേ, കൃഷ്ണമൂർത്തി? ഇയാളെന്തിനാ ഇങ്ങനെ ഒളിച്ചു നോക്കുന്നേ? ഇയാളെന്തിനാ ഇങ്ങനെ ഒളിച്ചു പോകുന്നേ? എന്തൊക്കെയോ കുഴപ്പങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാ. ഇപ്പൊ ഇതെവിടേക്കായി പോകുന്നേ? നോക്കിയാലോ? അമ്മേ, ദേ അച്ഛൻ. അച്ഛാ. അച്ഛനോ? അപ്പൊ ഈ സ്ത്രീ ഇയാളുടെ ഭാര്യയാണോ? അത് മകളും? ഇന്ന് നമ്മുടെ വിവാഹ വാർഷിക ദിവസം കൂടിയാ. എന്തായാലും ഇന്ന് ഏട്ടനെ ഇവിടെ വന്ന് കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്റെ ലക്ഷ്യം ഉടൻ പൂർത്തിയാകും. അതോടെ ഞാൻ ഇവിടുന്ന് കിടക്കും. എന്നാ നിങ്ങൾ ചെല്ലേ. ആ ശരി. ശരി അച്ഛാ. ശരി.
നീയെല്ലാം കേട്ടെന്ന് എനിക്കറിയാം. അതേടി, കുറച്ചു ദിവസമായി നീ എന്നെ ശ്രദ്ധിക്കുകയാണെന്നും എനിക്കറിയാം. അതേടി, നീ കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണ്. ഇവിടെ സുധാമണിയും നീയും ഒന്നും കാണുന്ന മൂർത്തിയല്ല ഞാൻ. ഞാനിവിടെ വന്നതിന് പിറകിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. പോരെ, ഞാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നീ വിചാരിക്കുന്നുണ്ടാവും നാളെ നേരം വെളുത്താൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ എല്ലാരും അറിയിക്കാന്ന്. ശരി, നീ പറഞ്ഞോ, തുറന്നു പറഞ്ഞു. എന്നിട്ട് കണ്ടോ എന്താണ് സംഭവിക്കുന്നതെന്ന്? നിങ്ങൾ ഇത്ര വലിയ ദുഷ്ടനാണല്ലേ? സുധാമണി എന്ന അമ്മയല്ലേ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ? എന്നിട്ട് എങ്ങനെയാ ഇപ്പൊ കണ്ട സ്ത്രീ ഭാര്യയായത്? പിന്നെ അതിലൊരു മകളും. നിങ്ങൾ കള്ളനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാൻ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു. അന്നു മുതലേ നിങ്ങൾ എന്റെ പുറകെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തവണ നിങ്ങളെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ കുടുങ്ങും. അധികം ആളാല്ലേ? എന്റെ ഒറ്റ പിടിക്കില്ല, കണ്ടല്ലോ. ഇനി നീ എനിക്കെതിരെ പ്രവർത്തിച്ചാലേ ഒന്നുകളെ ഞാൻ. എന്നാണ് ചായ? ബാലു, ചായ ഇതാ. നീ ചോദിക്ക്. ഇപ്പൊ വേണോ? എന്താ മീനാക്ഷി? ഏയ് ഒന്നുമില്ലേട്ടാ. എന്താ ബാലു? അല്ല, രണ്ടുപേരും കൂടെ കൈയും കാലും ഒക്കെ എടുത്തിട്ട് കഥകളി നടത്തുന്നു. എന്താ കാര്യം? പറയടാ. അല്ലമ്മേ, ഒരു കാര്യം. അത് എന്ത് കാര്യം? ഏട്ടാ, ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ആ, കാര്യം എന്താന്ന് പറ. ഇന്നലെ രാത്രി അപർണേച്ചി അപർണ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തു നോക്കിയപ്പോ അപർണേച്ചി വാതിലടച്ച് അകത്തേക്ക് വരുന്നു. സത്യാണോ നിങ്ങൾ പറയുന്നത്? അതെ അമ്മേ. ചോദിച്ചപ്പോ ചൂടായി. കാറ്റുകൊള്ളാൻ പോയെന്നൊക്കെയാ പറഞ്ഞേ. ബാലു, ഏട്ടാ, മുമ്പും അപർണ ഒറ്റയ്ക്ക് പുറത്തു പോയി ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ആശ്വാസത്തിന് വേണ്ടി പുറത്തു പോയതാവും. അവളുടെ ഒരു ആശ്വാസം. ബാലു, ഇനി നീ പോയി ചോദിക്കാൻ നിൽക്കണ്ട. എടാ ബാലു, എന്താ എന്തു പറ്റി? ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? എവിടെ പോയെന്ന് സാഗറിനോട് മീനാക്ഷിയോടും പറഞ്ഞിട്ടുണ്ട്. അവരോട് ചോദിച്ചാ മതി. അമ്മയോട് എനിക്കൊരു കാര്യം സംസാരിക്കണം. ഏച്ചി, അപ്പു, ഇവളെ ഞാൻ എടാ, എന്നോട് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ചെന്ന് സംസാരിച്ചാ മതി കേട്ടാ. ചേച്ചി വല്ലാതെ മാറിപ്പോയി.
മോൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞ്? ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ ക്ഷമയോടെ കേൾക്കണം. മോള് പറയാൻ പോകുന്ന എന്താണെന്ന് അമ്മയ്ക്ക് ചെറിയ ഊഹങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാ ആ കാര്യങ്ങളാ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മോളെ, ഒരമ്മ മോളോട് അതെങ്ങനെ ചോദിക്കുന്ന അറിയില്ല. അമ്മ ചോദിക്ക. അല്ല, മോള് വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ? അമ്മ കാര്യം പറയാമേ. സാഗർ പറഞ്ഞു ഇന്നലെ രാത്രി മോള് പുറത്തുനിന്ന് വരുന്ന കണ്ടൂന്ന്. മോള് രാത്രി പുറത്തു പോയിരുന്ന? അതെ അമ്മ, പോയി. എന്താ മോളെ, രാത്രി ആരെയും വിളിക്കാതെ ആരോടും ഒന്നും പറയാതെ വാതില് തുറന്ന് പുറത്തു പോയത്? ഇന്നലെ മുതലേ എനിക്ക് പ്രയാസമാ. അപ്പൊ നമ്മൾ രണ്ടുപേരും പറയാൻ വരുന്നത് ഒരേ കാര്യ. എന്താ മോളെ? ഇന്നലെ ഞാനും ബാലുവും തമ്മില് ചെറിയ തർക്കങ്ങളുണ്ടായി. രാത്രി എനിക്ക് ഉറക്കം വന്നില്ലമ്മേ. ഒന്ന് പുറത്തിരുന്ന് മനസ്സൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് വന്ന് കിടക്കാന്ന് ഓർത്താ പുറത്തേക്ക് ഇറങ്ങിയത്. ആരുടെ ഉറക്കം കളയണ്ടെന്ന് കരുതി ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാ ഞാൻ കതക് തുറന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അമ്മ ഞെട്ടരുത്, ടെൻഷൻ ആവരുത്, ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. എന്താ മോളെ? പറയാമേ. ഇരുട്ടിൽ കൂടി ഒരു രൂപം നടന്നു പോകുന്ന ഞാൻ കണ്ടു. ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. നോക്കുമ്പോ അത് അച്ഛനായിരുന്നു. ആരാ? അച്ഛൻ, കൃഷ്ണമൂർത്തി അച്ഛൻ. അച്ഛൻ ഗേറ്റിലേക്ക് നടക്കുന്നത് കണ്ടു. അസുഖമുള്ളോണ്ട് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാരണം ആശുപത്രി പോവുമെന്നായിരുന്നു എന്റെ സംശയം. എന്തായാലും ഒന്ന് നോക്കാന്ന് കരുതി ഞാനും പുറകെ പോയി. കോളനിക്ക് പുറത്ത് ഒരു കാറ് നിൽക്കുന്നുണ്ടായിരുന്നു. കാറിനടുത്തേക്കാ അദ്ദേഹം പോയത്. ആ കാറിൽ 2 പേരുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാ അച്ഛൻ പോയത്. ആ കാറിലുണ്ടായിരുന്നത് ആരാ? അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും. എന്താ മോളെ? കാറിൽ ആരാന്ന്? കൃഷ്ണമൂർത്തിയുടെ ഭാര്യയും മകളും. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളോ? അതെ അമ്മ, സത്യം. അമ്മ, എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ സത്യമാണമ്മ, അയാളൊരു ചതിയനാ, ചതിയൻ. അമ്മേ, നമ്മളെ ഒക്കെ ചതിക്കുമായിരുന്നു. അവര് 3 പേരും തമ്മി എന്തൊക്കെയോ സംസാരിച്ചു. അതൊന്നും പക്ഷെ വ്യക്തമായില്ല. എന്തോ പ്രത്യേക ഉദ്ദേശമായിട്ടാ അയാൾ വന്നിരിക്കുന്നേ. അവര് 3 പേരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാ അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നേ. അതുറപ്പാ. ഒരു വലിയ അപകടത്തെയാ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മോളെ, നീ പറഞ്ഞത് സത്യമാണോ? അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. അമ്മ, ആദ്യം നമുക്ക് 2 പേർ കൂടി ഇതെന്ത് വേണമെന്ന് തീരുമാനിക്കാം. പോലീസിൽ അറിയിക്കണോ അല്ലെങ്കിൽ ആ സ്ത്രീയെ കണ്ടുപിടിക്കണോ? എന്ത് ചെയ്യണം നമുക്ക് ആലോചിക്കാം. ആ കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആദ്യം എനിക്ക് ചോദിക്കേണ്ടത് അയാളോടാ, ആ ദുഷ്ടനോട്, എന്റെ കഴുത്തിൽ താല കെട്ടിയ ആ ചാന്തിയനോട്. ഒക്കെ ഒക്കെ ഞാനിന്ന് അവസാനിപ്പിക്കും. അമ്മേ അമ്മേ, ഞാൻ പറയട്ടെ. അമ്മ ബഹളം വെക്കല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. ബാലു ഒന്നും ഇപ്പൊ അറിയണ്ട. വേറെ ആരെയും ഒന്നും അറിയിക്കുന്നില്ല, പക്ഷെ എനിക്കറിയണം. വിടൂല ഞാൻ അയാളെ. ഇപ്പൊ തന്നെ എനിക്ക് ചോദിക്കണം. അമ്മേ അമ്മേ. ബാലു, സാഗരേ വാ. എന്താ അമ്മേ, കാര്യങ്ങളെല്ലാം സംസാരിച്ചോ? ചോദിച്ചപ്പോ എന്ത് പറയുന്നു? ബാലു, നമുക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കണം. നീ വന്നേ. വാ. അമ്മ കാര്യം പറ, എന്താ പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ അച്ഛനില്ലേ, അയാള് ദുഷ്ടനാ, ചതിയനാ. നമ്മളെല്ലാവരെയും പറ്റിക്കായിരുന്നു മോനെ. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളുണ്ട്. അമ്മ, നമ്മളെ അച്ഛനെ കുറിച്ചാണ് ഈ പറയുന്നേ? അതെ. ആരാ അമ്മ ഈ പച്ചക്കള്ളം പറഞ്ഞത്? ദേ, ആഭരണ മോള് കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്നലെ രാത്രി അപ്പമോള് പുറത്തിറങ്ങിയപ്പോ കണ്ട കാഴ്ച. അയാളുടെ ഭാര്യയും മകളും ആളെ കാണാൻ വന്നു. മക്കളെ, എന്തൊക്കെയോ പദ്ധതികളുമായിട്ടാ ആ ചതിയൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. വാ, നമുക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ തന്നെ ആ ദുഷ്ടനെ കോളനി നാട്ടിപ്പായിക്കണം. ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല അമ്മേ. വിശ്വസിച്ചേ പറ്റൂ സാഗർ, ഞാൻ എല്ലാം കണ്ടതാ. ഞാൻ എല്ലാം വീഡിയോ എടുത്തതാ. എന്നിട്ട് ആ വീഡിയോ എവിടെ? അയാൾ എന്നെ കണ്ടു, മൊബൈൽ പിടിച്ചു വാങ്ങി ഡിലീറ്റ് ആക്കി, എന്നെ കൊല്ലാൻ നോക്കി. ബാലു, സാഗരെ, നിങ്ങൾ വന്നേ. അമ്മ, മോള് മിണ്ടായിരുന്നേ. ഇതങ്ങനെ വിട്ടാ പറ്റൂല. വന്നേ. അമ്മേ.